റെയിൽവേ പാലത്തിലൂടെ കാറും ബസ്സും ലോറിയും ഓടിയ കാലം വളപട്ടണത്തിനുണ്ടായിരുന്നു. അന്ന് തീവണ്ടി പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് മാൻ പാലത്തിന്റെ ഇരുവശമുള്ള ഗേറ്റുകൾ അടക്കുമായിരുന്നു. ഇരുവശവുമുള്ള വാഹനങ്ങൾ ഗേറ്റ് തുറക്കുന്നതും കാത്തുനിൽക്കും. കണ്ണൂർ നഗരത്തിൽ നിന്നും വടക്കോട്ട് പോകുന്ന നിരത്തുകൾ കൂട്ടിച്ചേർന്നു വളപട്ടണം അങ്ങാടിയിൽ എത്തുന്ന കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നും റെയിൽവേ പാലത്തിലൂടെ പുഴ കടന്നു പാപ്പിനിശ്ശേരിയിൽ എത്താം. കിഴക്ക് തിരിഞ്ഞു വടക്കോട്ട് പോകുന്ന നിരത്തിലൂടെ കീച്ചേരി, കല്യാശ്ശേരി, മാങ്ങാട് വഴി തളിപ്പറമ്പിൽ എത്താം. അവിടെ നിന്നും പയ്യന്നൂരിലേക്കും കാസർഗോഡേക്കും തളിപ്പറമ്പിൽ നിന്നും വഴി പിരിഞ്ഞു മലയോരത്തേക്കും പോകാം. വളപട്ടണം പുഴയ്ക്ക് കുറുകെ രണ്ടാമത്തെ പാലം നിർമ്മിക്കുന്നത് വരെ റെയിൽവേ പാലം വഴി ബസ്സും കാറും ലോറിയും യാത്ര തുടർന്നു. ആദ്യകാലങ്ങളിൽ ജലഗതാഗതമായിരുന്നു സഞ്ചാരത്തിനും കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുവാനും ഉപയോഗിച്ചിരുന്നത്. പുഴകളും കായലുകളും കടലും ചെറുതും വലുതുമായ തോടുകളുമായി ചേർന്നതാണ് അക്കാലത്തെ മലബാർ പ്രദേശം. വഞ്ചികളും തോണികളും പുഴയിലേക്കുള്ള യാത്ര നടത്തി. അതുപോലെ ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് തീവണ്ടി ഗതാഗതം. കേരളത്തിലെ വടക്കൻ പ്രദേശങ്ങളിലാണ് ആദ്യമായി തീവണ്ടി ഓടാൻ തുടങ്ങിയത്. തീ കത്തിച്ചുകൊണ്ടു ഓടുന്ന വണ്ടി ആയതുകൊണ്ടാണ് തീവണ്ടി എന്ന പേരു വന്നത്. കൽക്കരി ഇന്ധനമാക്കിയാണ് തീവണ്ടി ആദ്യകാലങ്ങളിൽ ഓടിയത്. വെള്ളം ചൂടാക്കി ആവിയാക്കിയാനാണ് കൽക്കരി ഉപയോഗിച്ചത്. തീവണ്ടിയുടെ ബ്രോയിലറിൽ കൽക്കരിയിട്ടു കത്തിച്ചാണ് വെള്ളം ആവിയാക്കുന്നത്. റെയിൽ പാളത്തിലൂടെ ഒന്നിൽ കൂടുതൽ പെട്ടികൾ വലിച്ചുകൊണ്ടുപോകുന്നു എന്നതാണ് തീവണ്ടിയുടെ മറ്റൊരു പ്രത്യേകത. കരയിൽ ഓടുന്ന വാഹനങ്ങളെക്കാൾ ഏറ്റവുമധികം ഭാരം ഒറ്റയാത്രയിൽ വലിച്ചുകൊണ്ടുപോകുമെന്നതാണ് തീവണ്ടിയുടെ ഗുണം. തുടർന്ന് ഡീസലും വൈദ്യുതിയും തീവണ്ടിയിൽ ഇന്ധനമായി ഉപയോഗിച്ചു. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും തിരൂരിലേക്ക് 1861 തീവണ്ടി ഓടാൻ തുടങ്ങിയത്. തുടർന്നു തിരൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് 1861 മെയ് 1 ഓടി തുടങ്ങി. പിന്നീട് കുറ്റിപ്പുറത്തുനിന്നും പട്ടാമ്പിയിലേക്ക് 1861 സെപ്റ്റംബർ 23 തീവണ്ടി ഓടി. 1861 മുതൽ 1888 വരെ ബേപ്പൂരിന്റെ തെക്കേ അറ്റമായ ചാലിയം വരെ മാത്രമേ തീവണ്ടി ഓടിയിരുന്നുള്ളൂ. 1901 കൊയിലാണ്ടി കൊല്ലം മുതൽ വടകര വരെയും 1902 തലശ്ശേരി വരെയും തീവണ്ടി ഓടി തുടങ്ങി. കണ്ണൂരിൽ തീവണ്ടി എത്തിയത് 1903 മെയ് 1 തൊഴിലാളി ദിനത്തിലാണ്. 1904 മാർച്ച് 15 വളപട്ടണം വരെ തീവണ്ടി എത്തുകയുണ്ടായി. 100 അടി വീതം ദൂരത്തിലാണ് 12 സ്പാനിൽ കെട്ടിപ്പൊക്കിയതാണ് വളപട്ടണം ഇരുമ്പ് പാലം. വളപട്ടണം റെയിൽ പാലം മലബാറിലെ റെയിൽ പാലത്തിന്റെ മുഖ്യമായ മരാമത്ത് ജോലിയാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഈ പാലത്തിന്റെ ഇരുവശവും കാൽ നടക്കാർക്ക് നടപ്പാതയും ഉണ്ടായിരുന്നു. തീവണ്ടി പോകുമ്പോൾ അപ്പുറവും ഇപ്പുറവുമുള്ള ഗേറ്റ് പാറാവുകാർ അടക്കുന്നു. തീവണ്ടി പോയി കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറക്കുന്നു. വളപട്ടണം പാലം കടന്ന തീവണ്ടി 1906 ആഗസ്റ്റ് 21 ആകുമ്പോഴേക്കും കാഞ്ഞങ്ങാടു എത്തി. ഒക്ടോബർ ആകുമ്പോഴേക്കും കാസർഗോഡ് തീവണ്ടി എത്തി. നവംബർ 17 കുമ്പളയിൽ എത്തിയ തീവണ്ടി 1907 ജൂലൈ 3 മംഗലാപുരം എത്തി. 1980 പുതിയ പാലം ഗതാഗതത്തിന് വേണ്ടി വളപട്ടണം പുറക്ക് കുറുകെ ഉണ്ടാകുന്നത്. തുടർന്ന് വളപട്ടണം റെയിൽവേ പാലത്തിലൂടെയുള്ള ഗതാഗതവും കാൽ നാടയാത്രയും റെയിൽവേ നിരോധിക്കുകയുണ്ടായി. ഇതാണ് തീവണ്ടിയുടെയും റെയിൽവേ പാലത്തിന്റെയും ചരിത്രം.